കാലാവസ്ഥാ പ്രവചനങ്ങൾ നമ്മളിൽ ഏവരിലും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. വളരെയധികം സങ്കീർണമായ രീതിയാണ് നമ്മുടെ രീതിയിലൂടെയാണ് ഈ കാലാവസ്ഥയൊക്കെ പ്രവചിക്കുക. ഇതിൽ നിരവധി ടെക്നിക്സ് ആണ് ഇതിനായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉപയോഗിക്കുന്നതും. അപ്പോൾ അതേപ്പറ്റി നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. നമ്മൾ മഴക്കാലമാകുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് അലർട്ട് അഥവാ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അലർട്ട് എന്ന് പറയുമ്പോഴേക്കും 3 തരത്തിലുള്ള അലർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. റെഡ്, ഓറഞ്ച്, യെല്ലോ. മഴയുടെ വ്യാപ്തി അനുസരിച്ചാണ് ഈ അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അലർട്ടുകൾ കൊടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇത് പല ടെക്നിക്സ് അല്ലെ പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് കാലാവസ്ഥ നിരീക്ഷിക്കുന്നത്. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലാണ്, തിരുവനന്തപുരത്തുള്ള. അപ്പം എങ്ങനെയാണ് ഈ അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നത്, അല്ലെ എങ്ങനെയാണ് കാലാവസ്ഥ നോക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്, എങ്ങനെയാണ് എന്നുള്ളതിന്. കാലാവസ്ഥാ പ്രവചനത്തിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന രീതിയാണ് റേഡിയോ സൗണ്ടിംഗ് മെത്തേഡ്. ഹൈഡ്രജൻ നിറച്ച ബലൂണിൽ ഒരു സെൻസർ ഘടിപ്പിച്ച് അന്തരീക്ഷത്തിലെ താപനില, വായുമർദ്ദം, കാറ്റിന്റെ ദിശ, വേഗത എന്നിവ രേഖപ്പെടുത്തുന്ന പരീക്ഷണമാണിത്. സെൻസർ വിക്ഷേപണത്തിന് തയ്യാറാക്കുന്നതിന് മുൻപ് നിരവധി മുന്നൊരുക്കങ്ങളാണുള്ളത്. സെൻസറിൽ സജ്ജീകരിച്ച താപനില, ആർദ്രത, ഭൂമിയിൽ നിന്നുള്ള ഉയരം സംബന്ധിച്ച വിവരങ്ങളും കൃത്യമായി പരിശോധിക്കുന്നു. സെൻസറുമായി സാറ്റലൈറ്റുകളിൽ കൃത്യമായ കണക്ടിവിറ്റി ലഭിക്കുന്നുണ്ടോ എന്നും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. തുടർന്നാണ് ബലൂൺ തയ്യാറാക്കുന്നത്. പ്രത്യേക സ്ഥലത്ത് നിന്നാണ് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി ബലൂണിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ പ്രവചിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. ഈ ബലൂണ് മേളിലോട്ട്, ഇതിന് താഴെ നമ്മൾ സെൻസർ ഘടിപ്പിക്കും. അപ്പോൾ ഈ സെൻസർ മേളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ താപനില, അന്തരീക്ഷത്തിലെ മർദ്ദം, കാറ്റിന്റെ ദിശ ഇതെല്ലാം ഈ ഒരു സെൻസറിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ബലൂൺ പറത്തിവിട്ട് എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥ പ്രവചിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിൽ രാവിലെ 4:30 വൈകിട്ട് 4:30 റേഡിയോ സൗണ്ടിംഗ് നടത്തുന്നത്. നമ്മുടെ ബലൂൺ ലോഞ്ച് ചെയ്ത സൈറ്റ് ഇതാണ്. ഇത് അറ്റ്മോസ്ഫിയറിൽ മുകളിലേക്ക് ബലൂൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബലൂൺ കരയിൽ ഇപ്പോൾ ഏകദേശം 4000 മീറ്റർ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ സ്ഥലത്തിന് മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ്, അത് പോകുന്ന വഴിക്കുള്ള ടെമ്പറേച്ചർ, വിൻഡ് ഡയറക്ഷൻ, സ്പീഡ്, ഹ്യൂമിഡിറ്റി ഇതെല്ലാം മെഷർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇത് പ്രഷർ വാല്യൂ മുകളിലേക്ക് പോകുന്തോറും, അറ്റ്മോസ്ഫിയറിൻ്റെ മുകളിലേക്ക് പോകുന്തോറും അത് കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഗ്രാഫിൽ നിന്ന് മനസ്സിലാവാം. അതുപോലെ തന്നെ ഇത് വിൻഡിൻ്റെ ഡയറക്ഷനാണ് ഈ കാണുന്നത്. അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മളുടെ താഴ്ഭാഗത്ത് കൂടുതലും വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള കാറ്റാണ് സർഫസ് ലെവലിലുള്ളത്. പിന്നെ ഇത് കുറച്ചുകൂടി മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ഡയറക്ഷൻ മാറി ഏറ്റവും മുകളിൽ അത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വീശുന്ന രീതിയിലേക്ക് വരും. അപ്പം ബലൂണിൻ്റെ ട്രാക്ക് നേരെ തിരിച്ച് അത് വീണ്ടും മുകളിലേക്ക് ചെല്ലുന്നത്, അത് തിരിച്ചു വരാം. അത് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് 35 കിലോമീറ്ററാണ് ആ ബലൂൺ കവർ ചെയ്യുന്നത്. അപ്പോൾ അതുവരേക്കുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഇങ്ങനെ ടാബുലർ ഫോമിലും ഗ്രാഫിക്കൽ ഫോമിലും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പം അതിലെന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളതും നമുക്ക് അതുകൊണ്ട് അറിയാൻ പറ്റും. പിന്നെ ഇത് അന്തരീക്ഷത്തിൻ്റെ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയാണ് ഈ പ്രൊഫൈൽ കാണുന്നത്. ഇതും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വളരെ ഗണ്യമായിട്ട് ഇത് കുറയും. മുകളിലേക്ക് ചെല്ലുന്നതും അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വരുന്നതുകൊണ്ട് ഹ്യൂമിഡിറ്റി വാല്യൂയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ ഇത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറും അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതാണ് നമ്മുടെ മഴയ്ക്കും മറ്റും വെതർ ഫോം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരിക എന്നുള്ളതാണ്. ബലൂൺ സെൻസറുകളിൽ നിന്ന് ലഭ്യമാക്കുന്ന വിവരങ്ങളോടൊപ്പം മറ്റ് ഡേറ്റകളും ചേർത്ത് പരിശോധിച്ചാണ് മഴ പ്രവചനം സാധ്യമാക്കുന്നത്. ഭൂമിയുടെ പ്രതലത്തിലെ താപനിലയും ആർദ്രതയും രേഖപ്പെടുത്താൻ തെർമോമീറ്ററുകളും ഉപയോഗപ്പെടുത്തുന്നു. താപനിലയും മഴയുടെ അളവും ഗ്രാഫുകളായും ഓട്ടോമാറ്റിക്കായും രേഖപ്പെടുത്തുന്നു. കാലാവസ്ഥാ കേന്ദ്രത്തിൽ നമ്മൾ മെയിനായിട്ട് 3 മണിക്കൂർ ഇടവിട്ടാണ് ഒബ്സർവേഷൻ എടുക്കുന്നത്.
അപ്പോൾ ആ ഒബ്സർവേഷൻ എടുക്കുന്നതിൽ എല്ലാത്തിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, ലൈക്ക് വിൻഡ്, നമ്മുടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ എന്നിവ. പിന്നെ റെയിൻഫോൾ അളക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടെമ്പറേച്ചർ അളക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 4 തെർമോമീറ്റേഴ്സ് ഉണ്ട്. അനുബന്ധമായ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ഉപയോഗിച്ച് കാറ്റിന്റെ വേഗത, ദിശ, നിത്യേന പെയ്യുന്ന മഴയുടെ അളവ്, താപനില, മർദ്ദം തുടങ്ങിയ കാര്യങ്ങളും രേഖപ്പെടുത്താൻ സാധിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനാണ്. ഇതിൽ നമ്മൾ ഇതുവരെ കണ്ട ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മാനുവലി എടുക്കുന്ന ഓരോ വാല്യൂസാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ടെമ്പറേച്ചർ ഉണ്ട്, ടെമ്പറേച്ചർ, വിൻഡ്, പ്രഷർ എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളത് ഡെസിപ്പേറ്റ് ആണ് ചെയ്യുന്നത്. അതാണ് മെയിൻ ഫങ്ഷൻ. ഇത് അതിൽ റെയിൻ ഗേജ് ആണ്. ഇതിൻ്റെ അകത്ത് വേറെ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ടിപ്പിംഗ് ബക്കറ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ്റെ ആവശ്യമില്ല. ഇത് തനിയെ റെക്കോർഡ് ചെയ്യും, തനിയെ ഡെസിപ്പേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. 5 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനമാണ് സാധാരണയായി നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ വിശേഷങ്ങൾ. ക്യാമറാമാൻ അരുൺ അനന്തപുരിക്കൊപ്പം ദുർഗാലക്ഷ്മി, ജനം.